ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എഫ് എ കപ്പിൽ നടന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സ് ഫുൾഹാം മത്സരം 1-1 എന്ന ഗോൾ സ്കോറിനായിരുന്നു സമനിലയിൽ അവസാനിച്ചത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി ബ്രൂണോ ഫെർണാണ്ടസാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. യുണൈറ്റഡിൻ്റെ ഹോം ഗ്രൗണ്ടായ ഓൾഡ് ട്രാഫോർഡിൽ വെച്ചിട്ടാണ് മത്സരം ആരംഭിച്ചത്. ഫൈനലി യുണൈറ്റഡ് എലിമിനേറ്റഡ് ആയിരിക്കുകയാണ് ഗായ്സ്. വളരെ വളരെ സങ്കടകരമായ കാര്യം തന്നെയാണ്. റീസെൻ്റ്ലി കളിച്ചൊരു 2-3 മാച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫാർ ബെറ്റർ ആയിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. ഒരു 60-70% ഒരു മത്സരം തോക്കാനുള്ള മെയിൻ റീസൺ ഒനാന തന്നെയാണ്. ഗോൾ വളരെ 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 ഇത്രയും ഓരോ മത്സരം കഴിയുന്നതിനും അധപ്പതിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വളരെ മോശപ്പെട്ട പെർഫോമൻസ് ആയിരുന്നു. പെനാൾട്ടി ഷൂട്ടൗട്ടിലാണ് യുണൈറ്റഡ് പുറത്തു പോയിട്ടുണ്ടായിരുന്നത്. ഒരു സേവിങ്സ് പോലും ഒനാനയുടെ ഭാഗത്ത് നിന്നും ഒരു സേവിങ്സ് ആണ് കിട്ടുക. ആ ഒരു ഡയറക്ഷനിലേക്ക് ഒന്ന് ജമ്പ് ചെയ്യാൻ പോലും അങ്ങനെയുള്ളൊരു ടെക്നിക്കൽ എബിലിറ്റി ഇല്ലാത്ത ഒരു പ്ലെയർ ആയിപ്പോയല്ലോ. അങ്ങനെയുള്ളൊരു പ്ലെയർ ആണല്ലോ യുണൈറ്റഡിൽ വന്നത് എന്ന് ആലോചിക്കുന്ന സമയത്ത് വളരെ വളരെ വിഷമകരമായ ഒരു കാര്യം തന്നെയാണ്. ഒരൊറ്റ സേവ് പോലും നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മത്സരത്തിലെ ആദ്യ ഹാഫിലേക്ക് വരുന്ന സമയത്തൊക്കെ രണ്ട് ടീമും ഫുള്ളാവും നിരന്തരം അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു. യുണൈറ്റഡിലായാലും യുണൈറ്റഡിൻ്റെ ആസ് യൂഷ്വൽ എല്ലാവർക്കും അറിയാമല്ലോ. യുണൈറ്റഡിൻ്റെ ഫ്രണ്ട് ത്രീയിലേക്ക് വരുന്ന സമയത്ത് സിക്സി ഹോയ്ലൻഡിനെ കുറിച്ച് പറഞ്ഞു മടുത്തു ഗൈസ്. ഇപ്പം നിലവിൽ വരുന്ന കണക്ക് പ്രകാരം 22 മാച്ചിൽ വെറും 3 ബിഗ് ചാൻസസ് ആണ് ക്രിയേറ്റ് ചെയ്തത്. അതും സെൻറ്റർ ഫോർവേഡിൽ കളിക്കുന്ന ഒരു പ്ലെയർ വെറും 3 ചാൻസസ് ആണ് ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്തത്. അതും 22 മാച്ചിൽ. അഗെയിൻ അമോറിം എന്തിനാണ് ഹോയ്ലൻഡിന് അവസരങ്ങൾ കൊടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു മാച്ചിൽ ഗർണാച്ചോനെങ്കിൽ സ്ട്രൈക്കറായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമായിരുന്നെങ്കിൽ ചിലപ്പോൾ സക്സസ് ആയി പോകും. പറയാൻ പറ്റി ഒരിക്കലും കൺഫേമായി പറയാൻ സാധിക്കില്ല. പക്ഷേ ഇതുപോലെ ഇത്രയും തരം താഴ്ന്ന പെർഫോമൻസ് എത്ര റീസെൻ്റ്ലി കളിച്ചെത്തു. ഒരുപാട് മാച്ചിൽ എല്ലാ മാച്ചിലും ആദ്യ 11 തന്നെ കളിക്കുന്ന ഒരു പ്ലെയറാണ് ഹോയ്ലൻഡ്. പക്ഷേ ഓരോരോ മാച്ച് കഴിയുന്നതനുസരിച്ചിട്ട് ഡൗൺ ആയി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതിന് വേറൊരു ഇനി വരാൻ പോകുന്ന ട്രാൻസ്ഫർ വിൻഡോയിൽ വേറൊരു സെൻറ്റർ ഫോർവേഡിനെ കൊണ്ടുവന്നില്ലെങ്കിൽ നെക്സ്റ്റ് സീസണും ഇതൊക്കെ തന്നെ മാത്രം പ്രതീക്ഷിച്ചാൽ മതി. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല ഹോയ്ലൻഡിന് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരും എന്ന് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നില്ല. എന്താണ് യുണൈറ്റഡ് മാനേജ്മെൻറ്റ് ചിന്തിക്കുന്നതെന്ന് അവർക്ക് പോലും അറിയാത്ത ഒരു സിറ്റുവേഷനാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ സെൻറ്റർ ഫോർവേഡ് കളിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് കളിക്കുന്നത് സെൻറ്റർ സ്ട്രൈക്കർ, അതുപോലെ ഒരു മിഡ് ഏരിയയിൽ കളിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ബെറ്ററായിട്ട് കളിക്കും. ഈ ഒരു മാച്ചിൽ അത്യാവശ്യം ഭേദപ്പെട്ട ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. അവസാനത്തെ ഒരു പെനാൾട്ടി മിസ്സാക്കിയതല്ല, സേവ് ചെയ്തതാണ്. ലെനോയുടെ പെർഫോമൻസ് കോൺഫിഡൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലെനോയുടെ ആ ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് കത്തിയത് എമി മാർട്ടിനസിന്. പെനാൾട്ടി ഷൂട്ടൗട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ആ ആറ്റിറ്റ്യൂഡുമായോ കോൺഫിഡൻസ് അല്ല, ഓവർ കോൺഫിഡൻസ് എങ്ങനെയാണ് ഓപ്പോണറ്റ് കിക്ക് എടുക്കാൻ വരുന്ന താരത്തിനെ മാനസികമായി തളർത്താമെന്നുള്ള വളരെ ടെക്നിക്കലി ഈ ഒരു മത്സരത്തിൽ കാണാൻ വേണ്ടി സാധിച്ചു. ലെനോയുടെ ഒരു പെർഫോമൻസ് 9 ഓൺ ടാർഗറ്റ്, 20 ഷൂട്ടിൽ 9 ഓൺ ടാർഗറ്റ് ആയിരുന്നു. അത്രയും എനിക്കൊന്നും ഈ ഒരു മത്സരത്തിൽ ലെനോ ഇല്ലെങ്കിൽ ചിലപ്പോൾ വളരെ സിമ്പിളായിട്ട് വിൻ ചെയ്യാമായിരുന്നു. ആ ഒരു ഒന്നും പറയാനില്ല ലെനോയുടെ ആ ഒരു പെർഫോമൻസ്. അങ്ങനെയുള്ള ഗോളിയുടെ പെർഫോമൻസൊക്കെ കാണുന്ന സമയത്ത് എന്തിനാണ് ഇത്രയും മില്യൺ, എനിക്ക് 40-45 മില്യൺ കൊടുത്തിട്ടാണ് ഇൻ്റർ മിലാനിൽ നിന്നും ഒനാനയെ യുണൈറ്റഡിലേക്ക് കൊണ്ടുവന്നത്. എനിക്ക് വന്നതിന് ശേഷം ഒരു കൺസിസ്റ്റൻസി ആയിട്ട് ഇതുവരെ കളിക്കുന്നത് പേഴ്സണലി ഞാൻ കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു 10-20 മാച്ച് കളിച്ചാൽ അതിൽ 1-2 മാച്ചിൽ നല്ലൊരു ഫോമായി കുറച്ച് നല്ല സേവിങ്സും കാര്യങ്ങളെ കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ കൺസിസ്റ്റൻസി ഇല്ലാത്തൊരു പ്ലെയറിന് എന്തിനാണ് യുണൈറ്റഡിൽ നിലനിർത്തുന്നത് എന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. വളരെ ഏറ്റവും ചെയ്ത വലിയൊരു മണ്ടത്തരം തന്നെയാണ് ഡെഹിയനെ പോലെ ഒരു പ്ലെയറിനെ കൊടുത്തിട്ട് അതും കൊണ്ടുവന്നതോ
ഇതൊക്കെ ടെൻഹാഗ് മാൻഡ്രേക്കിൻ്റെ പണിയാണ്. പക്ഷേ കുറച്ചെങ്കിലും മാൻഡ്രേക്ക് പറയുമ്പോൾ കുറച്ചെങ്കിലും ഒന്ന് സ്വയം ചിന്തിച്ചിട്ടുള്ള ഒരു ഡിസിഷൻ യുണൈറ്റഡ് മാനേജ്മെൻറ്റിന് എടുക്കാമായിരുന്നു. പക്ഷേ വളരെ വലിയൊരു മണ്ടത്തരം തന്നെയാണ്. അഗെയിൻ അത് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ഒന്നും ഇനിയൊന്നും ഒരു മിറാക്കളും ഒന്നും യുണൈറ്റഡ് ആരാധകർ ആരും പ്രതീക്ഷിക്കേണ്ട. ഇതൊക്കെ തന്നെ ആയിരിക്കും ഈ സീസൺ, ഇതൊക്കെ തന്നെ ആയിരിക്കും. നിലവിൽ പ്രീമിയർ ലീഗിലേക്ക് വരുന്ന സമയത്ത് 14ാം സ്ഥാനത്താണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. റെലഗേഷനിൽ നിന്നും എങ്ങനെയൊക്കെങ്കിലും രക്ഷപ്പെട്ടു പോകണം എന്നുള്ള ഒരു പെർഫോമൻസ്, എങ്ങനെയെങ്കിലും ഒരു ടോപ്പ് 10-ലെങ്കിലും ഫിനിഷ് ചെയ്യണം എന്നാണ് പേഴ്സണലി ഞാൻ ആഗ്രഹിക്കുന്നത്. വലിയ രീതിയിലുള്ള എക്സ്പെക്റ്റേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ ഒരു സീസൺ ഇതൊക്കെ തന്നെ ആയിരിക്കും. ഇനി ആകെ പ്രതീക്ഷയുള്ളത് യൂറോ കപ്പ് മാത്രമാണ്. പക്ഷേ യൂറോ കപ്പിലേക്ക് വരുന്ന സമയത്ത് ഓപ്പണേറ്റായിട്ട് വരുന്നത് റയൽ സോഴ്സുകാർഡാണ്. എല്ലാവർക്കും അറിയാം, സ്പാനിഷ് ടീമിൻ്റെ കൂടെ കളിക്കുന്ന സമയത്ത് എല്ലാ സീസണിലും അടിച്ച് അട്ടപ്പടലമാക്കിയിട്ട് വിടുന്ന ഒരു പ്രവണതയാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. ഈ ഒരു സീസണും അതുപോലെ റയൽ സോഴ്സുകാർഡിനെയാണ് ഐസ് ഓപ്പണേറ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. എന്താകും എന്ന് കണ്ട് തന്നെ അറിയാം. വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. ബ്രൂണോയുടെ ഒരു പെർഫോമൻസ് എടുത്ത് പറയേണ്ട ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. എനിക്കൊന്നും ബ്രൂണോക്ക് ഓവർ പ്രഷറായിട്ടുള്ള ഒരു കാരണം ഡിഫൻസിലും ശ്രദ്ധിക്കണം, അറ്റാക്കിങ്ങിലും ശ്രദ്ധിക്കണം, അതുപോലെ ചാൻസസ് ക്രിയേറ്റ് ചെയ്യണം, ഫിനിഷ് ചെയ്യണം. ഒരുപാട് ഭയങ്കര ഓവർ ഡ്യൂട്ടിയാണ് അമോറിമിൻ്റെ ഈ സിസ്റ്റത്തിൽ ബ്രൂണോ ഫെർണാണ്ടസിന് കിട്ടിയിട്ടുള്ളത്. വേറെ ഒരു ഓപ്ഷൻ, കാരണം പുള്ളിക്കാരൻ മാക്സിമം എന്താ പറയുക, ഒരു ബംഗാളി ഒരു പട്ടിപ്പണിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ചില സമയത്ത് ചെറിയ മിസ്റ്റേക്സ് വരുന്ന സമയത്ത് തന്നെ വളരെ വലിയ രീതിയിൽ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നു. പക്ഷേ ബ്രൂണോയുടെ ഒരു പെർഫോമൻസ് കുറച്ചൊരു നോളജുള്ള വ്യക്തികൾക്ക് കണ്ടാൽ മനസ്സിലാകും. അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ബ്രൂണോ ഫെർണാണ്ടസ്. സെക്കൻഡ് ഹാഫിലാണ് ഗർനാച്ചോ വന്നിട്ടുണ്ടായിരുന്നത്. ഗർനാച്ചോക്കും സ്കോർ ചെയ്യേണ്ട ഒരു 1-on-1 ചാൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അതും സ്കോർ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യ 11-ൽ തന്നെ ഗർനാച്ചോ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാമായിരുന്നു. വലിയ രീതിയിൽ എക്സ്പെക്റ്റേഷൻ ഒന്നും അല്ല. പക്ഷെ നിലവിലുള്ള ആ ഒരു പ്ലേയേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫാർ ബെറ്റർ ആയിട്ടുള്ളൊരു താരം തന്നെയാണ്. ഡിഫൻസിലേക്ക് വരുന്ന സമയത്തും അത്യാവശ്യം ഡിലൈറ്റ് ആയാലും ബ്യൂറോ ആയാലും ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി പെർഫോമൻസ് തന്നെയായിരുന്നു. മിഡിലേക്ക് വരുന്ന സമയത്താണ് കെസമീറോ അതുപോലെ എറിക്സൺ ഇവരെ കൊണ്ടൊന്നും പറ്റുന്നില്ല. കാരണം എറിക്സൺ ആയാലും കസമീറോ ആയാലും നെസ്റ്റൽറോയ് ഉള്ള സമയത്തെല്ലാം നെസ്റ്റൽറോയ് എന്ന് പറഞ്ഞാൽ ആദ്യം 4 മത്സരം മാത്രമേ കളിപ്പിച്ചിട്ടുള്ളൂ. പക്ഷേ ആ ഒരു 4 മാച്ചിലും ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരുന്നു. ടെൻഹാഗുള്ള സമയത്തും ഒരു ക്വാളിറ്റി പെർഫോമൻസ് തന്നെയായിരുന്നു ഈ 2 താരങ്ങളിൽ നിന്നും കണ്ടിട്ടുണ്ടായത്. എനിക്ക് മാക്സിമം മനസ്സിലാക്കാൻ സാധിച്ചത് ഈ അമോറിമിൻ്റെ സിസ്റ്റമായിട്ട് ഈ ഒരു ടാക്ടിക്സുമായിട്ട് ഈ ഒരു കുറച്ച് പ്ലെയേഴ്സിന് കണക്റ്റ് ആവാൻ വേണ്ടി സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു വലിയ ഫോമിലേക്ക് പോകാൻ സാധിക്കാത്തത്. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെയാണ് ഈ ഒരു മത്സരത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു മത്സരത്തിലേക്ക് വന്നിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.